ബട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും ഇപ്പൊ നമ്മളിങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുതൽ ആക്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരിക്കത്തില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഇത് ഫീൽ ചെയ്യാറുണ്ട്. ചെറിയല്ല, നല്ല രീതിയിലുള്ള വ്യത്യാസം തോന്നാറുണ്ട്. ബിക്കോസ് കാസ്റ്റിംഗിന്റെ കാര്യം വരുമ്പോൾ ഇപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻസ് നോക്കുന്നത് ഹൗ മെനി ഫോളോവേഴ്സ് ഡസ് ദിസ് പേഴ്സൺ ഹാവ്. ഇറ്റ്സ് നോട്ട് ഈവൻ ദാറ്റ് ഓക്കെ ഈ പുള്ളിക്ക് ഈ ക്യാരക്ടർ ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, ടാലന്റ് ഉണ്ടോ. പണ്ട് നമ്മൾ ഓഡിഷൻ ചെയ്യുന്നത് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഓഡിഷൻസ് അങ്ങനെയല്ല നടക്കുന്നത്. ആൻഡ് ഓഡിഷൻസ് വെറുതെ മേ ബി ഫോർ നെയിംസ് സേക്ക് they'll keep auditions, but they'll take people who have a lot of following and engagement because they want promotion for their movie. ബിക്കോസ് ഇല്ല, ഇനി പ്രോപ്പർ ആയിട്ടുള്ള തിയേറ്റർ ആക്ടേഴ്സിനെയും അല്ലാത്ത ആക്ടേഴ്സിനെയും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് തന്നെ അവരുടെ പടം പ്രൊമോട്ട് ചെയ്യണം. സോ വൈ നോട്ട് കാസ്റ്റ് ദെം ഇൻ യുവർ മൂവി? മനസ്സിലായോ? ദാറ്റ് ഇസ് വാട്ട് ദേ ഡൂയിങ് റൈറ്റ് നൗ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദ മറ്റേ ക്രിയേറ്റീവ് സൈഡ് ഇസ് ഗോയിങ് ഡൗൺ. യാ, ബിക്കോസ് ആർട്ട് ആൻഡ് വാട്ട് യു സേ, ഈ ബഡ്ജറ്റ് നമ്മുടെ മറ്റേ ഫുള്ള് നമ്മള് പൈസ ഓറിയന്റഡ് ആയിട്ട് നമ്മള് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിന്റെ വാല്യൂ കുറയും. അതെ, പാഷനേറ്റ്ലി വരുന്ന ആൾക്കാരും ഇത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അവർക്ക് കൊടുക്കാനുള്ള വാല്യൂ, അവരുടെ കോൺട്രിബ്യൂഷൻ കുറയും. ബിക്കോസ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയാണ്.